എറണാകുളം കോതമംഗലത്തെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. അരുണാചൽ പ്രദേശ് സ്വദേശി മിച്ചി മാർപ്പു ആണ് മരിച്ചത്. കോഴിപ്പള്ളിയിലെ വാടക വീട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. MA എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനിയാണ്. ജോയ്മോൻ ജോസ് വിവരങ്ങളുമായി ചേരുകയാണ്. ജോയ്മോൻ, മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന് പറയുമ്പോൾ ജീവനൊടുക്കിയതുമായി ബന്ധപ്പെട്ടുള്ള അങ്ങനെ എന്തെങ്കിലും പ്രാഥമിക നിഗമനങ്ങളുണ്ടോ? മറ്റു വിവരങ്ങൾ? ലിരിഷ, ഇന്ന് വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് ഈ അരുണാചൽ പ്രദേശ് സ്വദേശിയായ മിച്ചി മാർപ്പുവിനെ ഇയാൾ താമസിച്ചിരുന്ന വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പ്രാഥമികമായും നടത്തിയ പരിശോധനയിൽ പോലീസ് മിച്ചിയുടെ ആത്മഹത്യാ കുറിപ്പ് അടക്കം കണ്ടെത്തിയിട്ടുണ്ട്. 3 പേജോളമുള്ള ആത്മഹത്യാ കുറിപ്പ് എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും അതിലെ വിശദാംശങ്ങൾ എന്താണെന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തമാവൂ. എന്തായാലും പ്രാഥമികമായി മറ്റു വിദ്യാർത്ഥികളടക്കം പറയുന്നതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ, ഈ MA കോളേജിലെ അധ്യാപകരും അതോടൊപ്പം തന്നെ കോളേജിലെ പാഠ്യ പഠനവുമായി ബന്ധപ്പെട്ട് ചില നടപടികൾ കോളേജ് ഈ വിദ്യാർത്ഥികൾക്കെതിരെ, മിച്ചി ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്കെതിരെ സ്വീകരിച്ചിരുന്നു. അതായത് S4 സെമസ്റ്ററിലെ അറ്റൻഡൻസുമായി ബന്ധപ്പെട്ട് ഏകദേശം 18 ക്രെഡിറ്റ് സ്കോർ ആണ് ഈ വിദ്യാർത്ഥി മിച്ചി അടക്കമുള്ളവർക്ക് ഉണ്ടായിരുന്നത്. ഇവരെ 1 മാസത്തോളമായി ഈ ക്ലാസ്സുകളിൽ പ്രവേശിപ്പിച്ചിരുന്നില്ല എന്നൊരു ആരോപണം ഈ സഹവിദ്യാർത്ഥികളിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഇത്തരത്തിൽ ക്ലാസ്സിൽ കയറ്റാത്തതിനെ തുടർന്നുണ്ടായ മനോവിഷമത്തിലാണ് ഈ മിച്ചി ജീവനൊടുക്കിയതെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്ന വിവരങ്ങൾ. എന്തായാലും വലിയ ഒരു അമർഷം അല്ലെങ്കിൽ പ്രതിഷേധം ഈ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഈ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട്. പ്രാഥമികമായ ഘട്ടത്തിൽ വിദ്യാർത്ഥികളെല്ലാം ഒന്നടങ്കം കോളേജിനെതിരെ അല്ലെങ്കിൽ കോളേജ് സ്വീകരിച്ച നടപടിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ ഘട്ടത്തിൽ ഇതൊരു ഒടുക്കിയതായാണ് പോലീസ് പറയുന്നത്. കാരണം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. എന്തായാലും മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഈ മരണവുമായി ബന്ധപ്പെട്ടുണ്ടോ, അതോ ഈ കോളേജുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണോ ഈ മരണത്തിലേക്ക് നയിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ വ്യക്തത വരൂ. എന്തായാലും ഇന്ന് വൈകുന്നേരമാണ് ഇത്തരത്തിൽ അരുണാചൽ പ്രദേശ് സ്വദേശിയായ ഈ 20-കാരനെ ഇയാൾ താമസിച്ച വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ലിനിഷ.